അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. താബ എന്ന ക്രിയയിൽ നിന്നാണ് തൗബ എന്ന പദത്തിന്റെ ഉൽപ്പത്തി. മടങ്ങുക എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം, തിരിയുക എന്നല്ല. മടങ്ങുകയും തിരിയുകയും തമ്മിൽ വ്യത്യാസമുണ്ട്. മടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരിക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിക സിദ്ധാന്ത പ്രകാരം എല്ലാ മനുഷ്യരും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്, ഫിത്രത്തിലാണ്. എന്നാൽ അവൻ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ലംഘിച്ചുകൊണ്ട് തെറ്റ് ചെയ്യുമ്പോൾ അവൻ പാപിയാവുകയും, എന്നാൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് തൗബ ചെയ്യുമ്പോൾ തിരിച്ച ഫിത്രത്തിലേക്ക് വരികയുമാണ് ചെയ്യുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്ഫിറാനിഹി ഔ യുശർരികാനിഹി. എല്ലാ മനുഷ്യരും ശുദ്ധ പ്രകൃതിയിലാണ് ഇവിടെ ജനിക്കുന്നത്. എന്നാൽ അവരുടെ മാതാപിതാക്കളാണ് അവരെ യഹൂദിയോ ക്രൈസ്തവനോ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസിയോ ആകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ. നിങ്ങൾ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ എല്ലാവരും മുഴുവനുമായി അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, നിങ്ങൾ വിജയം കൈവരിച്ചേക്കാം. അതായത് വിജയത്തിന്റെ മന്ത്രം അതാണ് തൗബ. അതുകൊണ്ട് നമ്മൾ അതിൽ മടിച്ചു നിൽക്കരുത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹ് ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി മിഅത മറ. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുക. തീർച്ചയായും ഞാൻ ഒരു ദിവസം 100 പ്രാവശ്യം അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങും. സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽക്കായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 100 പ്രാവശ്യം ഒരു ദിവസം തൗബ ചെയ്യുന്നുണ്ടെങ്കിൽ സാധാരണ മനുഷ്യരായ ഞാൻ നിങ്ങളും എത്ര പ്രാവശ്യം തൗബ ചെയ്യേണ്ടിയിരിക്കും? അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിക്കാൻ അവിടെ കാത്തു നിൽക്കുകയാണ്. നമുക്കതിൽ ഒരു അപകർഷത ബോധത്തിന്റെ ആവശ്യമില്ല. ചില ആളുകൾ കരുതുന്നത് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്ത് തൗബ ലഭിക്കില്ല എന്നാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, പുറത്തു തരാൻ അള്ളാഹു അല്ലാതെ മറ്റാരാണ് ഉള്ളത്? അള്ളാഹുവിന്റെ ആ വിശാലമായ കാരുണ്യം തേടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ. തീർച്ചയായും അള്ളാഹു തൗബ ചെയ്യുന്നവരെയും ശുദ്ധിയുള്ളവരെയും ഇഷ്ടപ്പെടും. അത്തരം തൗബ ചെയ്യുന്ന സത്യവിശ്വാസികൾ ഉൾപ്പെടാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.